ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മളെ വ്ളോഗ് ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പാത്രങ്ങൾ ഷോപ്പ് ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിരുന്നില്ല, അന്ന് തന്നെ പോയതാട്ടോ. ഒരുപാട് ലേറ്റായിട്ടായിരുന്നു ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. കുറച്ച് പച്ചക്കറി, ഫ്രൂട്ട്സും ചിക്കനും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് എടുക്കണമായിരുന്നു. ആദ്യം ഞാൻ എടുക്കാൻ പോയത് ഫ്രൂട്ട്സാണ് കേട്ടോ. കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് എടുക്കാനാണ് ആദ്യം പോയത് ഞാൻ. നാട്ടിലത്തെ പഴമൊന്നും ഇവിടെ കിട്ടൂല കേട്ടോ. ഇത് അധിക സൂപ്പർ മാർക്കറ്റുകളിൽ ഈ പഴം തന്നെ ഉണ്ടാവുക, റോബസ്റ്റ പഴം. ഈ പഴം തന്നെ ഇവിടെ ഏകദേശം എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഉണ്ടാവല്. വല്ല മലയാളി ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ ഏത്തപ്പഴം കിട്ടുള്ളൂ. പിന്നെ കുറച്ച് മുസമ്പിയും അനാറും അങ്ങനത്തെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്തു. സഹാൻക്ക് അധികവും ഫ്രൂട്ട്സാണ് ഇഷ്ടം. ഓന് രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ഫ്രൂട്ട്സാണ് കഴിക്കുക. അപ്പോൾ കുറച്ചധികം ഫ്രൂട്ട്സ് മേടിച്ച് ഇങ്ങനെ സ്റ്റോക്കാക്കി വെക്കും. പിന്നെ ഞാൻ കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ടായിരുന്നു. ക്യാപ്സിക്കം, ക്യാരറ്റ്, ക്യാബേജ്, കുക്കുംബർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സാലഡിന് പറ്റിയ ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ലെറ്റ്യൂസും മല്ലിയിലയും പുതിനേൻ്റെ ഇലയും ഒക്കെ എടുക്കാണ്ടായിരുന്നു, അതും എടുത്ത്. മുത്തോണി സാലഡിനുള്ള ക്യാരറ്റും കുക്കുംബറൊക്കെ എടുക്കുകയായിരുന്നു. സഹാൻക്ക് ഈ കേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. 7 days എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് ബീഫ് മേടിച്ചു. നമ്മളെ നാട്ടിലത്തെ ബീഫൊന്നും കിട്ടില്ല കേട്ടോ, എപ്പോഴെങ്കിലൊക്കെ കിട്ടുള്ളൂ. ഇത് ബ്രസീലിയൻ ബീഫായിരുന്നു കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ചിക്കനും പിന്നെ ചിക്കൻ്റെ ലിവറും അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിത് ഷവർമ ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചതായിരുന്നു കേട്ടോ. പിന്നെ പാലും തൈരും എടുക്കാണ്ടായിരുന്നു, അത് എടുത്ത്. പിന്നെ ഇതൊക്കെ ബില്ലടിക്കാൻ പോയി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് പോയി. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.